വറുത്തരച്ചൊരു മീൻ കറിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ഉലുവാച്ചി. കൊല്ലംകാർ ഉലുവാച്ചി എന്ന് പറയും, ട്രിവാൻഡ്രംകാർ പീര എന്ന് പറയും, തമിഴ്നാട്ടുകാർ കണങ്ക എന്നൊക്കെ പറയുന്നൊരു മീനാണ്. നല്ല മീനാണ്, ഫ്രൈ ചെയ്യാനും കൂട്ടാൻ വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ അത് വൃത്തിയാക്കിയതാണ് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി, സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. തക്കാളിക്ക, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഉള്ളി ചോപ്പ് ചെയ്താണ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ പച്ചമുളക്, തേങ്ങ എടുക്കുന്നു. തേങ്ങ ഒരു പിടി, നമ്മളെ കയ്യിലെ ഒരു പിടിയിൽ എടുത്ത്, ചെറിയൊരു പിടി എടുത്തിട്ട് അത് ഫ്രൈ പാനിലിട്ടിട്ട് അത് നല്ലോണം വറുത്തെടുക്കുകയാണ്. ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ ബ്രൗൺ ആകുമ്പോഴത്തേക്ക്, ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മസാല ഐറ്റങ്ങൾ ഇതായിട്ടുണ്ട്. ചെറിയൊരു യെല്ലോസ് കളറായിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ ഞാൻ എരിയുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂണാണ് മുളക് പൊടി. തേങ്ങ എടുത്തിട്ട് അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു, 1/2 ടീസ്പൂൺ. എന്നിട്ട് അത് നല്ലോണം വറുത്തെടുത്തതാണ് കാണിക്കുന്നത്. അതിനുശേഷം മല്ലിപ്പൊടി 3 സ്പൂൺ, 3-4 സ്പൂൺ. ടീസ്പൂണാണ് ഇടേണ്ടത്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് വറുത്തെടുക്കുക, മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ എരിയുള്ള മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കളറിന് വേണ്ടി കാശ്മീരി മുളക് ചേർക്കണം. അപ്പോൾ കളറിന് വേണ്ടി കാശ്മീരി മുളകാണ് ഇടുന്നത്. ഒരു 3-4 സ്പൂൺ ഇടാം. ഇപ്പോൾ 3 സ്പൂണാണ്, 3-3.5 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഇത് വരുമ്പോഴത്തേക്ക്, ചെറിയൊരു എന്താ പറയുന്നത്, ഇത് വരുമ്പോഴത്തേക്ക്, നല്ല ചൂട് വരുമ്പോഴത്തേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാണുന്നുണ്ടായിരിക്കും. ഒരു ചെറിയ ടീസ്പൂണിൻ്റെ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ കാണിക്കുന്നൊരു പുളി എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. കുടംപുളിയല്ല, വാളംപുളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ എന്താ പറയുന്നത് ഇതിൽ, അതിനുശേഷം വറുത്തിരിക്കുന്ന കാണിക്കുകയാണ്. ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് പുളി ഒരു ചെറിയ നെല്ലിക്ക ഇതിൽ എടുക്കുക. അരച്ചെടുത്തതാണ്, അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. അരയ്ക്കാനായിട്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് മിക്സിയുടെ ചെറിയ ജാറിൽ. വറുത്തെടുത്തത്, അതിനുശേഷം അരച്ചെടുത്തതാണ് കാണിക്കുന്നത്. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള, പിന്നെ അരച്ച് വെച്ചിരിക്കുന്നത് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിക്ക, ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കറി റെഡിയാക്കാനായിട്ട്, ഫിഷ് കറി തയ്യാറാക്കാൻ, വറുത്തരച്ച ഫിഷ് കറി തയ്യാറാക്കാനായിട്ട്. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവറാണ്, നിങ്ങൾ ഏത് ഉപയോഗിക്കുന്നോ അത് ഉപയോഗിച്ച് വയ്ക്കുക. ഒരു 2.5 സ്പൂൺ 3 സ്പൂൺ വീട്ടുക, ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുക. 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുക് ഇടുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക.
ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കുറച്ചും കൂടെ 2 ഇതളും കൂടെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ. അതിന് വെളുത്തുള്ളി എപ്പോഴും ചേർക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും നല്ലതായിരിക്കും, അസുഖക്കാർക്കൊക്കെ. പിന്നെ ഇഞ്ചി, ചെറിയ ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയ ഇഞ്ചി, ചെറിയ കഷ്ണം. നല്ലവണ്ണം ഫ്രൈ ചെയ്യുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 4-5 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. കടുക്, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് നല്ലവണ്ണം ഒരു ചെറിയ ലൈറ്റിഷ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ടിരിക്കുക. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നു. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, മുമ്പായിട്ട് ഞാനത് ഈ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവ ഇടണം നമ്മൾ. അത് ഞാൻ ഈ കടുക് വറുത്തപ്പോഴും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളിക്ക. കടുക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ഉലുവ നമ്മൾ ഇടണം. അതിനുശേഷം ആയിരിക്കണം വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ട ശേഷം കുറച്ച് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് തക്കാളിക്ക ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടുക. അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് അതിനുശേഷം പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളി നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വാളംപുളിയാണ്. വാളംപുളി എടുത്ത് നല്ലോണം ചാറ് ഒഴിക്കുകയാണ്. ചെറിയ ഒരു മഗ്ഗിൽ അര മതി. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പീസാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, മീൻ, അതിൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ലേശത്തിന് ഉപ്പ്, ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം മീൻ കഷ്ണങ്ങൾ കറിയിലോട്ട് ഇടുക. പറക്കി കറിയിലോട്ട് ഒന്നൊന്നായിട്ട് എടുത്ത് വയ്ക്കുക. കറി ഒന്ന് തിളച്ച ശേഷമാണ് ഓരോ കഷ്ണങ്ങൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇടാനുള്ളത്, കറിയിലോട്ട് ഇടാനുള്ളത്. കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.